പുൽവാമ വിഷയത്തിൽ രാജ്യദ്രോഹ നിലപാടാണ് നിലവിലെ പാർലമെൻറ്റ് അംഗം UDF സ്ഥാനാർത്ഥി ആൻ്റണി സ്വീകരിച്ചത്. രാജ്യദ്രോഹ നിലപാട്, ഇന്ത്യ വിരുദ്ധ നിലപാടാണ്. പാകിസ്ഥാന് പരസ്യമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് ഒരു പാർലമെൻറ്റ് അംഗം UDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് പുൽവാമയിൽ നടന്ന സൈനികരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ പാകിസ്ഥാൻ നിരപരാധി, പാകിസ്ഥാൻ ഒരു പങ്കുമില്ല. മാത്രമല്ല, ഈ 44-ലധികം വരുന്ന സൈനികരെ കശാപ്പ് ചെയ്തത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ സൈനികരെ ഇന്ത്യ തന്നെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. സത്യത്തിൽ പുൽവാമയിൽ ഈ കൂട്ടക്കശാപ്പ് നടന്നപ്പോൾ ഭാരതം ശക്തമായിട്ട് പ്രതികരണവും പ്രതിഷേധവും അറിയിച്ചു. ആഗോള തലത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ ഇന്ത്യയുടെ ആരോപണം എന്താ? ഈ സൈനികരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഭാരതത്തിൻ്റെ വാദങ്ങളെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചു, UN അംഗീകരിച്ചു. പാകിസ്ഥാനെതിരെ അവരും പ്രതിഷേധം പ്രകടിപ്പിച്ചു, അവരും പ്രതികരണം നടത്തി. എന്താണ് പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണം? എന്താ? ഈ സൈനിക ആക്രമണം ഞങ്ങൾക്ക് പങ്കില്ല, ഈ സൈനികരെ കൂട്ടക്കൊല നടത്തി ഞങ്ങൾക്ക് പങ്കില്ല, പാകിസ്ഥാന് പങ്കില്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യ തന്നെയാണ്. ഇതായിരുന്നു പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിച്ച ഇന്ത്യക്കെതിരെയുള്ള ആരോപണം. ഈ പുൽവാമ പ്രശ്നത്തിൽ പാകിസ്ഥാൻ്റെ ആരോപണം ഒരു ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനും ഐക്യരാഷ്ട്രസഭയും മറ്റെല്ലാ രാഷ്ട്രങ്ങളും പാകിസ്ഥാൻ്റെ വാദം തള്ളി ഇന്ത്യയുടെ വാദം സ്വീകരിച്ചതിന് ശേഷം പാകിസ്ഥാൻ പോലും ഈ ആരോപണത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ പാകിസ്ഥാൻ പോലും പിന്മാറിയ ഈ ആരോപണം, ഇന്ത്യ വിരുദ്ധ ആരോപണം, ഇതാ ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാണെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടണം. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ ഇന്ത്യ വിരുദ്ധ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഈ നടപടിയെക്കുറിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ പറയുന്നു, ഇയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. സ്ഥാനാർത്ഥി പട്ടിക UDF സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കൽ മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാകണം. മാത്രമല്ല, പരസ്യമായി ഇത്ര ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താ? ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുത്താൽ, പാകിസ്ഥാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാൽ അതിലൂടെ UDFന്, കോൺഗ്രസ്സിന് വോട്ട് കൂടുതൽ കിട്ടാൻ സാധിക്കും, ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നിലപാട്. ഞങ്ങൾ പറയുന്നു, ഇവിടെ മുസ്ലിം സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് ഈ പ്രസ്താവന പുലർത്തിയതെങ്കിൽ ഇത് മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ രാജ്യസ്നേഹത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. പാകിസ്ഥാനെ അനുകൂലിച്ചാൽ മുസ്ലിം സമൂഹം വോട്ട് ചെയ്യും എന്ന് പറയുമ്പം അത് മുസ്ലിം സമൂഹത്തെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ രാജ്യസ്നേഹത്തെ ഈ കോൺഗ്രസ് UDF ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന മുസ്ലിം സംഘടനകൾ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ പരസ്യമായി വിമർശിക്കാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.